ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രി 5ാമത്തെ യൂണിറ്റായ സർഫസ് കെമിസ്ട്രിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അഡ്സോർപ്ഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറ്റാലിസിസ്, എൻസൈം കറ്റാലിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. കറ്റാലിസിസ്. എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റാൻസ് വിച്ച് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയ്ക്ക് മാറ്റം വരുത്തുന്ന വസ്തുക്കളെയാണ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മാറ്റം വരുത്തുക എന്ന് പറയാൻ കാരണം കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. കാറ്റലിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ കറ്റാലിസിസ് എന്ന് വിളിക്കുന്നത്. കാറ്റലിസ്റ്റുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. മാംഗനീസ് ഡയോക്സൈഡ് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. ഇത് കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എക്സാമ്പിൾ, പൊട്ടാസ്യം ക്ലോറൈറ്റ് ഡീകമ്പോസ് ചെയ്ത് പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനുമായി മാറുന്ന കെമിക്കൽ റിയാക്ഷൻ. ഇതിൽ മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് പൊട്ടാസ്യം ക്ലോറൈറ്റിൻ്റെ ഡീകമ്പോസിഷൻ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാംഗനീസ് ഡയോക്സൈഡിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുക. പോസിറ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിൾസ്: ഒന്ന് അയൺ. അമോണിയ ഉണ്ടാക്കുന്ന ഹേബർ പ്രോസസ്സിൽ അയൺ പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. വനേഡിയം പെൻറ്റോക്സൈഡ്, സൾഫൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന കോണ്ടാക്റ്റ് പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ പ്ലാറ്റിനം ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. അതുപോലെ നെഗറ്റീവ് കാറ്റലിസ്റ്റുകളുണ്ട്. നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുകയാണ് ചെയ്യുക. എക്സാമ്പിൾ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായി മാറുന്ന കെമിക്കൽ റിയാക്ഷനിലെ ഡൈലൂട്ട് സൾഫൂരിക് ആസിഡ് ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റാണ്. അത് കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുകയാണ് ചെയ്യുക. കറ്റാലിസിസിൽ വരുന്ന മറ്റ് രണ്ട് ടേംസാണ്. ഒന്ന് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയ്സൺസ്. പ്രൊമോട്ടേഴ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് എൻഹാൻസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിൻ്റെ കാറ്റലൈസ് ചെയ്യാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളെയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ഹേബർ പ്രോസസ്സ്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാക്കുന്ന ഹേബർ പ്രോസസ്സിൽ നമ്മൾ അയൺ ഒരു കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊപ്പം ആഡ് ചെയ്യുന്നതാണ് മോളിബിഡനം എന്ന് പറയുന്ന മെറ്റൽ. ഈ മോളിബിഡനം എന്ന് പറയുന്ന മെറ്റൽ ഒരു പ്രൊമോട്ടറാണ്. അത് അയണിൻ്റെ കാറ്റലൈസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കറ്റാലിസിസിൽ വരുന്ന മറ്റൊരു ടൈമാണ് പോയ്സൺസ്. പോയ്സൺസ് ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ കാറ്റലൈസ് ചെയ്യാനുള്ള കഴിവിനെ കുറയ്ക്കുന്നവരാണ് പോയ്സൺസ്. അതായത് അമോണിയ ഉണ്ടാക്കുന്ന ഹേബർ പ്രോസസ്സിൽ കാർബൺ മോണോക്സൈഡ് വന്നുപെട്ടാൽ കാർബൺ മോണോക്സൈഡ് ഒരു പോയ്സണായിട്ട് ആക്ട് ചെയ്യും. അത് അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ കാറ്റലൈസ് ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുകയാണ് ചെയ്യുക. കറ്റാലിസിസ് രണ്ട് തരം ടൈപ്സ് ഓഫ് കറ്റാലിസിസ്. ഒന്ന് ഹോമോജീനിയസ് കറ്റാലിസിസ്, മറ്റൊന്ന് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. എന്താണ് ഹോമോജീനിയസ് കറ്റാലിസിസ്? വെൻ ദ റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ദ സെയിം ഫേസ്, ലിക്വിഡ് ഓർ ഗ്യാസ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ അവസ്ഥയിലാണെങ്കിൽ അതിനെയാണ് ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നു. ഇവിടെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ഓക്സൈഡാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റിയാക്റ്റൻസ് ഗ്യാസ് സ്റ്റേറ്റിലാണ്, കാറ്റലിസ്റ്റും ഗ്യാസ് സ്റ്റേറ്റിലാണ്. അതായത് അഭികാരകങ്ങളും ഉൽപ്രേരകവും ഒരേ അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മീഥൈൽ അസറ്റേറ്റ് വാട്ടറുമായി കമ്പൈൻ ചെയ്ത് അസറ്റിക് ആസിഡും മെത്തനോളും ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കുക, രണ്ട് റിയാക്റ്റൻറ്റുകൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, കാറ്റലിസ്റ്റും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്. അപ്പോൾ ഇതും ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ദ കറ്റാലിറ്റിക് പ്രോസസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ആൻഡ് ദ കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസസ്. അതായത് റിയാക്റ്റൻറ്റുകളും കാറ്റലിസ്റ്റുകളും വ്യത്യസ്ത അവസ്ഥയിൽ വരിക. നമുക്കറിയാം, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ പ്ലാറ്റിനം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും നമ്മൾ റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനിൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറൻറ്റ് സ്റ്റേറ്റിലാണ്. റിയാക്റ്റൻറ്റുകൾ ഗ്യാസ് സ്റ്റേറ്റിലാണ്, കാറ്റലിസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതൊരു ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. മറ്റൊരു എക്സാമ്പിൾ, ഹേബർ പ്രോസസ്സിൽ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. ഇവിടെ അയൺ ഒരു കാറ്റലിസ്റ്റാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നൈട്രജനും ഹൈഡ്രജനും ഗ്യാസ് സ്റ്റേറ്റിലാണ്, പക്ഷേ അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലാണ്. അപ്പോൾ ഇതൊരു ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ സോളിഡ് കാറ്റലിസ്റ്റ്.
ഒരു സോളിഡ് കാറ്റലിസ്റ്റിന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? 2 സവിശേഷതകളാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ആക്സലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ള കഴിവിനെയാണ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ആക്സലറേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുകയാണെങ്കിൽ അവിടെ വാട്ടർ ഉണ്ടാവില്ല. നോർമൽ ടെമ്പറേച്ചറിൽ യാതൊരു കാറ്റലിസ്റ്റും ഉപയോഗിച്ചില്ല എങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ യാതൊരു റിയാക്ഷനും നടക്കില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് പ്ലാറ്റിനം പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടറായിട്ട് മാറും. അപ്പോൾ ടെമ്പറേച്ചറിലും പ്രഷറിലും മാറ്റം വരുത്തി പ്ലാറ്റിനം പൗഡർ ഹൈഡ്രജനും ഓക്സിജനും കൂടി മിക്സ് ചെയ്തതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിൽ പെട്ടെന്ന് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറും. അതിനർത്ഥം പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിനെ ഈ കെമിക്കൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള ഒരു കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെയാണ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് കെമിസോപ്ഷനാണ്. അതായത് അഡ്സോപ്ഷൻ വഴിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. കാറ്റലിസ്റ്റിൻ്റെ സർഫസിന് മുകളിൽ റിയാക്റ്റിൻ മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്യണം. ആ കെമിസോപ്ഷൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക. സാധാരണ ട്രാൻസിഷൻ മെറ്റൽസാണ് നല്ല കാറ്റലിസ്റ്റുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെയാണ് സെലക്ടിവിറ്റി. ദ സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു yield എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു കെമിക്കൽ റിയാക്ഷനെ ഒരു പ്രത്യേക ഉൽപ്പന്നം ഉണ്ടാകുന്നതിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് സെലക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനെ ഒരു നിശ്ചിത പ്രോഡക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവിനെ, കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെയാണ് സെലക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നോക്കാം, അവിടെ 3 കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 3 കെമിക്കൽ റിയാക്ഷനിലും റിയാക്റ്റൻസ് സെയിം ആണ്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ ആദ്യത്തെ കെമിക്കൽ റിയാക്ഷനിൽ, രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷനിലും കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, മൂന്നാമത്തേലും കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. പക്ഷേ 3 കെമിക്കൽ റിയാക്ഷനിൽ കിട്ടുന്ന പ്രോഡക്റ്റ് വ്യത്യസ്തമാണ്. ആദ്യത്തേൽ മീഥൈൻ വാട്ടറാണ്, രണ്ടാമത്തേൽ മെത്തനോളാണ്, മൂന്നാമത്തേൽ പ്രോഡക്റ്റ് ഫോർമാൽഡിഹൈഡാണ്. ഇവിടെ നോക്കാം വ്യത്യാസം. എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് മാറുന്നത്? കാറ്റലിസ്റ്റ് മാറിയതുകൊണ്ട് പ്രോഡക്റ്റ് മാറി. ആദ്യത്തെ കെമിക്കൽ റിയാക്ഷനിൽ നിക്കലാണ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചത്, അപ്പോൾ നമുക്ക് മീഥൈൻ വാട്ടറാണ് പ്രോഡക്റ്റ് കിട്ടിയത്. രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷനിൽ കോപ്പർ അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡിനെയും ക്രോമിയോ ഓക്സൈഡിനെയും മിക്സറാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിച്ചത്, അവിടെ മെത്തനോളാണ് പ്രോഡക്റ്റായിട്ട് കിട്ടിയത്. മൂന്നാമത്തേൽ കോപ്പർ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിച്ചപ്പോൾ ഫോർമാൽഡിഹൈഡാണ് പ്രോഡക്റ്റായിട്ട് കിട്ടിയത്. ഇതിനർത്ഥം കാറ്റലിസ്റ്റുകൾ ഹൈലി സെലക്റ്റീവാണ്. ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. The catalytic reaction that depends upon the pore structure of the catalyst and the size of reactant and product molecules is called shape selective catalysis. കാറ്റലിസ്റ്റ് ഉൾപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അഡ്സോർപ്ഷൻ മെക്കാനിസം വഴിയാണ്. അതായത് കാറ്റലിസ്റ്റിൻ്റെ സർഫസിന് മുകളിൽ റിയാക്റ്റൻ മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്യുകയും അതിനകത്തിരുന്ന് കെമിക്കൽ റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് റിയാക്റ്റൻ മോളിക്യൂൾസ് ആണോ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലുള്ള പോർസിൽ ഇരിക്കാൻ മാത്രം ചെറിയ സൈസ് ഉള്ളത്, അവർ മാത്രമേ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയുള്ളൂ. അത്തരത്തിലുള്ള കറ്റാലിസിസിനെയാണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നത്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് സിയോലൈറ്റ്. സിയോലൈറ്റ്സ് ആർ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ. സിയോലൈറ്റുകൾക്ക് തേനീച്ചക്കൂട്ടിൻ്റെ ഘടനയാണ്. അതായത് അതിൻ്റെ സർഫസിൽ ധാരാളം സൂക്ഷ്മ ദ്വാരങ്ങളുണ്ട്, അതിലാണ് റിയാക്റ്റൻ മോളിക്യൂൾസ് വന്ന് അഡ്സോർബ് ചെയ്തിരിക്കുന്നത്. സിയോലൈറ്റ്സ് ആർ മൈക്രോപോറസ് അലുമിനോ സിലിക്കേറ്റ്സ് ഓഫ് മെറ്റൽസ് വിത്ത് 3-dimensional നെറ്റ്വർക്ക് ഓഫ് അലുമിനിയം, ഓക്സിജൻ, സിലിക്കൺ ഫ്രെയിംവർക്ക്. എൻസൈം കറ്റാലിസിസ്. എൻസൈംസ് ആർ കോംപ്ലക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ജീവനുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്ന നൈട്രജൻ അടങ്ങിയ സങ്കീർണമായ ഓർഗാനിക് സംയുക്തങ്ങളെയാണ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. എൻസൈംസ് മോളിക്കുലർ മാസ് വളരെ കൂടുതലുള്ള പ്രോട്ടീൻസാണ്. എൻസൈംസിന് ധാരാളം എക്സാമ്പിൾസ് നമുക്ക് അറിയാം. ഒന്ന് ഇൻവെർട്ടേസ്, സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ഇൻവെർട്ടേസ്. അതുപോലെ സൈമേസ് ഒരു എൻസൈമാണ്, അത് ഗ്ലൂക്കോസിനെ എത്തനോൾ കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റുന്നു. അതുപോലെ മാൾട്ടൈസ് ഒരു എൻസൈമാണ്, മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. അതുപോലെ പെപ്സിൻ ഒരു എൻസൈമാണ്, അത് പ്രോട്ടീൻസിനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നു.
അങ്ങനെ ധാരാളം എൻസൈംസ് നമുക്കറിയാം. ഇപ്പോൾ ഇൻവെർട്ടേഴ്സ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, അതായത് സുക്രോസിനെ ഹൈഡ്രോളിസിസ് നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്ന പ്രവർത്തനം, അവിടെ ഒരു എൻസൈം കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇൻവെർട്ടേഴ്സാണ്. അപ്പോൾ ഇൻവെർട്ടേഴ്സ് സുക്രോസിനെ ഹൈഡ്രോളിസിസ് നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. രണ്ടാമതൊരു എക്സാമ്പിളാണ് സൈമേസ്. ഒരു എൻസൈം ആണ്. സൈമേസ് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസിനെ ഡീകമ്പോസ് ചെയ്ത് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡാക്കി മാറ്റാനാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റാണ് സൈമേസ് എന്ന് പറയുന്ന എൻസൈം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. എൻസൈം കറ്റാലിസിസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ 3 ഒന്ന്, ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. ഈച്ച് എൻസൈം ഈസ് സ്പെസിഫിക് ഫോർ എ ഗിവൺ റിയാക്ഷൻ. ദാറ്റ് മീൻസ് വൺ കാറ്റലിസ്റ്റ് കനോട്ട് കാറ്റലൈസ് മോർ ദാൻ വൺ റിയാക്ഷൻ. ഒരു കാറ്റലിസ്റ്റിന് ഒരു പ്രത്യേക കെമിക്കൽ റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യാൻ സാധിക്കൂ. അതായത് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു, ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈമിനെ സുക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസാക്കി മാറ്റാനേ സാധിക്കൂ. മറിച്ച് ഇൻവെർട്ടേഴ്സിനെ ഗ്ലൂക്കോസിന് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന് ഒരു പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ മാത്രമേ കാറ്റലൈസ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ സൈമേസ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന് ഗ്ലൂക്കോസിന് ഡീകമ്പോസ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. മറ്റ് കെമിക്കൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് പറയുന്നത് എൻസൈം കാറ്റലിസ്റ്റ് ആർ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. രണ്ടാമത്തെ, ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം ടെമ്പറേച്ചർ. The rate of the enzyme reaction becomes maximum at a definite temperature called optimum temperature. അതായത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലും വളരെ ഉയർന്ന ടെമ്പറേച്ചറിലും ഈ എൻസൈം കാറ്റലിസ്റ്റുകൾ വർക്ക് ചെയ്യില്ല. അവ വർക്ക് ചെയ്യുന്നത് ഒരു നിശ്ചിത ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ്. അതായത് 298 കെൽവിൻ മുതൽ 310 കെൽവിൻ വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിലാണ് എൻസൈംസ് നന്നായി വർക്ക് ചെയ്യുക. 298 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു നോർമൽ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ എൻസൈംസ് വർക്ക് ചെയ്യുള്ളൂ. ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും അവ വർക്ക് ചെയ്യില്ല. മൂന്നാമത്തെയാണ് എൻസൈംസ് ആർ ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH. അതായത് ഒരു നിശ്ചിത pH റേഞ്ചിൽ മാത്രമേ എൻസൈംസ് ഒരു കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുള്ളൂ. ആ pH റേഞ്ച് എന്ന് പറഞ്ഞാൽ 5 to 7 ആണ്. അതായത് pH 5 മുതൽ 7 വരെയുള്ള റേഞ്ചാണ്. pH 5 താഴെ എന്ന് പറയുമ്പോൾ ഹൈലി അസിഡിക്കാണ്. pH 7 കൂടുതൽ എന്ന് പറയുമ്പോൾ ഹൈലി ബേസിക്കാണ്. അപ്പോൾ ഹൈലി അസിഡിക് മീഡിയത്തിലും ഹൈലി ബേസിക് മീഡിയത്തിലും എൻസൈംസ് കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യില്ല. 5നും 7നും ഇടയിലുള്ള ഒരു നോർമൽ pHൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. എൻസൈം കറ്റാലിസിസ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം വഴിയാണ് നടക്കുന്നത്. ഇതിൽ 3 സ്റ്റെപ്പിലാണ് ഈ മെക്കാനിസം നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എൻസൈം സബ്സ്ട്രേറ്റുമായി കമ്പൈൻ ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതായത് ഈ എന്ന് പറയുന്ന എൻസൈം റിയാക്റ്റൻസ്, അതിന് നമ്മളിവിടെ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നു, സബ്സ്ട്രേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ES സ്റ്റാർ, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. ഈ കാണുന്നതാണ് എൻസൈം. ആ എൻസൈമിൻ്റെ സർഫസിലുള്ള ഒരു ഹോൾ ആണ് ഈ കാണുന്നത്. അതായത് ഇതിനെ നമുക്ക് ആക്റ്റീവ് സൈറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എൻസൈം അവൈലബിൾ വിത്ത് ആക്റ്റീവ് സൈറ്റ്, അതിൻ്റെ ചിത്രമാണിത്. ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വന്ന് അഡ്സോർബ് ചെയ്യാണ്. ഇതാണ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ സുക്രോസ്. അത് ഇതിലേക്ക് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇതാണ് എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷൻ നടന്ന് എൻസൈം പ്രോഡക്റ്റ് ആയി മാറുന്നു. അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷന് ശേഷം എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അതാണ് ഈ സ്റ്റെപ്പ്. ഇതാണ് എൻസൈം പ്രോഡക്റ്റ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അടുത്ത സ്റ്റെപ്പിൽ ഈ എൻസൈം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്ത് എൻസൈമും പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അതായത് പ്രോഡക്റ്റ് ലഭിക്കുന്നു, എൻസൈം റീജനറേറ്റ് ചെയ്യുന്നു. അതിവിടെ കാണാൻ സാധിക്കും. ഈ എൻസൈം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്ത് വീണ്ടും പ്രോഡക്റ്റും തിരിച്ച് എൻസൈം ലഭിക്കുകയും ചെയ്യും. ഇതാണ് എൻസൈം കറ്റാലിസിസിൻ്റെ ലോക്ക് ആൻഡ് കീ മെത്തേഡ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? കറ്റാലിസിസ് 2 തരം: ഹോമോജീനിയസ് കറ്റാലിസിസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്.
എൻസൈം കറ്റാലിസിസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ യൂണിറ്റിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.